താമരശ്ശേരി ചുരത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. ലക്കിടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തുകയാണ്. ചുരം നവീകരണം, ബദൽ പാതകളുടെ നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. താമരശ്ശേരി ചുരത്തിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ലക്കിടി കവാടത്തിന് മുന്നിൽ ധർണ നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. പ്രത്യേകിച്ച് ഈ ചുരം നവീകരണം, അത് സുരക്ഷിത യാത്രയ്ക്ക് വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ നടത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം ചിപ്പിലത്തോട്, മരുതിലാവ്, തളിപ്പുഴ ചുരം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, പടിഞ്ഞാറത്തറ പൂഴിത്തോട്, കോഴിക്കോട് ജില്ലയിലെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ ആ റോഡ് കൂടി യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. കാരണം കണക്ടിവിറ്റി കൂടുതലായി വയനാടിന് വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നിലവിലിപ്പോൾ തുരങ്കപാത മാത്രമല്ല, മറ്റ് സമാന്തര മാർഗ്ഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാം ഇവിടെയുണ്ട്. സജീവ് ജോസഫ് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ സമരത്തിലേക്ക് കിടക്കാനുള്ളത്? വയനാട് ജില്ല ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് അവർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഗുരുതരമായ രോഗാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ പോലും സാധിക്കാത്ത, ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത ഏറ്റവും ദുസ്സഹമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അനങ്ങാപ്പാറ നയമാണ്. കഴിഞ്ഞ 10 വർഷമായി യാതൊരു നടപടിയും ഇതിനുവേണ്ടി ചെയ്തിട്ടില്ല. ഈ കാര്യം പരിഹരിക്കാനുള്ള ഒരു കാര്യവും സർക്കാർ ചെയ്തില്ല എന്നതിൻ്റെ ഒരു ഫലമാണ് ഈ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിയമസഭാ സമ്മേളനത്തിലും വളരെ പ്രാധാന്യത്തോടെ ഈ വിഷയം ഉന്നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അടിയന്തരമായി ഇവിടെ നാഷണൽ ഹൈവേയുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അവിടെ മണ്ണിടിച്ചൽ ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള സത്വരമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണം. ആ ലക്ഷ്യം കാണുന്നതുവരെയുള്ള ഈ പോരാട്ടത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടില്ല. ഈ സമരം ഇന്നിവിടെ ഊർജിതമായി ആരംഭിക്കുകയാണ്. ഈ സമരം അതിശക്തമായി മുന്നോട്ട് പോകും. സർക്കാരിനെ കൊണ്ട് ഈ നടപടി തിരുത്തിക്കാനുള്ള സമരമാണ് ഇവിടെ കോൺഗ്രസ് ആരംഭിക്കുന്നത്. ഇത് രാഷ്ട്രീയ സമരമല്ല, വയനാടിൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള, സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സമരമാണ്. അതിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. തുരങ്കപാത നിലവിൽ വന്നു, അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത് മാത്രമല്ല, കൂടുതൽ കണക്ടിവിറ്റി, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പാതകൾ അത് നടപ്പാക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.